ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അറഫ്ത സീരീസിലെ 10ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മുറാത്തിൻ്റെ ഫ്യൂണറൽ കാണിച്ചുകൊണ്ടാണ്. അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഒരുപാട് വിഷമിച്ച് അവനോട് യാത്ര പറയാണ്. അവിടേക്ക് നസീറും വരുന്നുണ്ട്. നസീർ മേജനെ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന് തീരെ പിടിക്കുന്നില്ല. അങ്ങനെ മേജൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് അവൾ താഴേക്ക് വീഴാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ നസീർ അവളെ പിടിക്കാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും നസീറിൻ്റെ കൈ തട്ടിമാറ്റി അദ്ദേഹം അവളെ പിടിക്കുകയാണ്. അതിനുശേഷം അവൾ നസീറിൻ്റെ തോളിൽ പിടിച്ചിട്ട് പറയും, നിന്നെ ഈ പരിസരത്ത് ഇങ്ങനെ കണ്ട് കണ്ട് എനിക്ക് മടുത്തു. മര്യാദക്ക് നിന്റെ ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞെങ്കിൽ വേഗം വീട്ടിൽ പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇത് കേൾക്കുമ്പോൾ നസീർ പറയും, സമയമാകുമ്പോൾ ആരൊക്കെയാണ് ഇവിടെ നിന്ന് പോകേണ്ടതെന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം മേജൻ അദ്ദേഹത്തിനോട് പറയും, ഇന്ന് ഇങ്ങനെ ഒരു ദിവസമായിട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ അഹങ്കാരം കാണിക്കാനുള്ള സമയം നിങ്ങൾ വിട്ടു കളഞ്ഞില്ലല്ലോ. സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ കാരണമാണ് എൻ്റെ സഹോദരൻ മരിച്ചത്. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയും, നമുക്ക് മനസ്സിൽ ഒരുപാട് സങ്കടം ഉണ്ടാകുമ്പോൾ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവുമായിരിക്കും. അപ്പോഴാണ് ഹൈദറിൻ്റെ ഒരു ഫ്രണ്ട് ഹൈദറിനെ കാണാൻ വരുന്നത്. ഇതെല്ലാം അദ്ദേഹം ദൂരെ നിന്നും മാറി കാണുന്നുണ്ട്. അവർ കുറേ നേരം സംസാരിക്കുന്നത് കാണുമ്പോൾ അവൻ ജമാലിനോട് പറയും, ഇവർക്കിടയിൽ എന്തോ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നീ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാൻ നോക്ക്. പിന്നീട് കാണിക്കുന്നത് അദ്ദേഹത്തിനെയും മരിച്ചുപോയ പെൺകുട്ടിയുടെ ഫാദറിനെയാണ്. അവരിപ്പോൾ ജയിലിലാണ് ഇരിക്കുന്നത്. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറാത്ത് അവൻ്റെ തെറ്റുകളെല്ലാം സംബന്ധിച്ച് അവൻ അർഹിക്കപ്പെട്ട ഈ സ്ഥലത്തേക്ക് തന്നെ വരാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ നിങ്ങൾ അവനെ ഷൂട്ട് ചെയ്തത്. എന്തിനാണ് നിങ്ങൾ അവനെ ഷൂട്ട് ചെയ്ത് കളഞ്ഞത് എന്ന് അദ്ദേഹം അവരോട് ചോദിക്കും. അപ്പോൾ അവർ പറയും, ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, അവനെ എൻ്റെ കണ്ണുനിൽ കണ്ട എനിക്കൊരിക്കലും ഇത് സഹിച്ചു നിൽക്കാൻ കഴിയില്ല. എൻ്റെ മകളെ കൊന്നവനെ എനിക്കും കൊല്ലണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ നീ പേടിക്കണ്ട, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എനിക്കും എൻ്റെ മകൾക്കും ഇപ്പോഴാണ് ശരിക്കും നീതി കിട്ടിയത്. ഞങ്ങൾക്കതിൽ ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വൈകാതെ തന്നെ ഞാൻ ഈ ജയിലിൽ നിന്ന് ഇറക്കും. അപ്പോൾ അയാൾ പറയും, അതിൻ്റെ ആവശ്യമില്ല ആദേശ്, ഞാൻ ചെയ്ത തെറ്റിന് എനിക്കുള്ള ശിക്ഷ കിട്ടണമല്ലോ. പക്ഷേ ഈ ശിക്ഷയിൽ എനിക്കൊരു കുഴപ്പമില്ല. പിന്നീട് കാണിക്കുന്നത് ഹൈദറിനെയും ഹൈദറിൻ്റെ വൈഫിനെയാണ്. ഹൈദറിൻ്റെ വൈഫ് ആകെ സമനില തെറ്റിയിരിക്കുകയാണ്. എൻ്റെ മകനെ കൊന്നത് അവളാണ്. ആ മുസൈൻ കാരനാണ് അവൻ ഇങ്ങനെ മരിച്ചത്. അവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. സ്വന്തം മകൻ മരിച്ചു പോകുമ്പോഴുള്ള വേദന എന്താണെന്ന് അവളെ കൊണ്ട് ഞാൻ അറിയിപ്പിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹൈദർ അവളോട് കൂളായിട്ടിരിക്കാൻ പറയുന്നുണ്ട്. നീ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് ഹൈദർ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഹൈദറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു കണക്കുകൂട്ടലുള്ളതുപോലെ നമുക്ക് തോന്നും. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവളെ ദമയത്ത് ഒരുപാട് സമാധാനിപ്പിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് നസീർ ദമയത്തിനെ കൊണ്ടുപോകാനായിട്ട് വരുന്നത്. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് ദമയത്തിനോട് അവൻ പറയുമ്പോഴായിരിക്കും അദ്ദേഹം അവൻ്റെ പുറകിലൂടെ വരുന്നത്. നീ വീണ്ടും ഇങ്ങോട്ട് വന്നോ? നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇത് കേൾക്കുമ്പോൾ നസീർ പറയും, ഞങ്ങൾ ഈ ഫാമിലിയായിട്ട് ഒരുപാട് കാലമായിട്ട് പരിചയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്തേക്ക് വരണമെങ്കിൽ എനിക്ക് നിൻ്റെ പെർമിഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയും, പെർമിഷൻ്റെ ആവശ്യം നിനക്കുണ്ട്. ഞാനിപ്പോൾ ആ പെർമിഷൻ നിനക്ക് തരുന്നില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് അവൻ്റെ കോളർ പിടിച്ച് തള്ളുകയാണ്. ഇത് കാണുമ്പോൾ ദമയത്ത് അദ്ദേഹത്തിനോട് ദേഷ്യം പിടിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും എന്താ ഈ കുട്ടികളെ പോലെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് മേജൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിൽക്കുന്ന മനസ്സിലാക്കി പെരുമാറിക്കൂടെ? പ്രത്യേകിച്ച് ഞാൻ നിന്നോടാണ് പറയുന്നത് എന്ന് അവൾ അദ്ദേഹത്തിനെ നോക്കി പറയും. ഇത് കേൾക്കുമ്പോൾ മേജൻ ദമയത്തിനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ദമയത്ത് മേജനോട് യാത്ര പറഞ്ഞ് അവർ അവിടെ നിന്നും പോവാണ്. ഇതെല്ലാം കാണുമ്പോൾ അദ്ദേഹം അവിടെ നിന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകും. പിന്നീട് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെയും മേജൻ്റെയും ഓഫീസാണ്. അവിടെ മേജൻ്റെ സുഹൃത്തായ ഓഫീസറിനോട് നസീറെ വിളിച്ച് 5 കൊല്ലം മുൻപത്തെ ആ ഓഫീസിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും ശേഖരിക്കാൻ പറയുന്നുണ്ട്. ഇതവന് ഒട്ടും താല്പര്യമില്ലെങ്കിലും നസീർ നിർബന്ധിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്. എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസറിന് ഇവൻ്റെ പെരുമാറ്റം എല്ലാം കാണുമ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും കാര്യം ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും അവനടുത്ത് കൊടുക്കണ്ട എന്ന് അവർ ആദ്യം തന്നെ മുൻകൂട്ടി പറയാണ്. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ അദ്ദേഹത്തിൻ്റെ പുറകെ പോയി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ വീട്ടിലേക്ക് വരുന്നവരെല്ലാം പറഞ്ഞയക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയും, ഇതെൻ്റെ വീടാണ്, എന്റെയാണെന്ന് ഞാൻ തീരുമാനിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജന് നല്ല ദേഷ്യം വരികയാണ്. നിങ്ങളുടെ ഈ അഹങ്കാരം കുറ്റപ്പെടുത്തലും എല്ലാം കേട്ട് എനിക്ക് മടുക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ അദ്ദേഹം പറയും, അതിന് ആരെയാണ് കുറ്റപ്പെടുത്തിയത്? നീ തന്നെയല്ലേ അവൻ്റെ ശവസംസ്കാരത്തിന് എന്നെ കുറ്റപ്പെടുത്തിയത്. ഞാൻ കാരണമാണ് അവൻ മരിച്ചു പോയതെന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുമ്പോൾ മേജന് പറയും, അതൊരു തെറ്റാണോ? നീ കാരണം തന്നെയല്ലേ അവൻ മരിച്ചു പോയത്. അവൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി ജയിലിലേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോഴല്ലേ നീ കാരണം എന്ന് പറഞ്ഞ് മേജൻ പറയാൻ നിൽക്കുമ്പോഴേക്കും അദ്ദേഹം പറയും, അവൻ കാരണം തന്നെയാണ് മരിച്ചിരിക്കുന്നത്. വേറെ ആരും അവൻ്റെ മരണത്തിന് കാരണക്കാരനല്ല. ഈ വലിയ സംഭവമായി കാണുന്ന ആ നസീർ ഉണ്ടല്ലോ, അവന് അത്ര നല്ലവനൊന്നുമല്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ പേരിൻ്റെ അവസാനത്തിൽ ഇപ്പം എൻ്റെ കുടുംബ പേരാണുള്ളത്. അത് നിന്റെ പേരിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നീ നിലമറന്ന് ഒരിക്കലും പെരുമാറാൻ പാടില്ല. നീ നിന്റെ എക്സ് ഫിയാൻസിയുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഡിവോഴ്സിന് ശേഷം നീ എന്ത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകാൻ നിൽക്കുമായിരിക്കും. അപ്പം മേജൻ പറയും, നിങ്ങളിങ്ങനെ തോന്നുന്ന സമയത്ത് തോന്നുന്നവരുടെ ജത്തിൽ കയറി എന്നെ കളിക്കാൻ നിൽക്കുകയാണോ? ഞാനെല്ലാവർക്കും അവർ അർഹിക്കുന്ന സ്ഥാനം തന്നെയാണ് കൊടുക്കാറുള്ളത്.
ഇത് കേൾക്കുമ്പോൾ മേജൻ ആദേശിനോട് പറയും, നീ ചിലപ്പോൾ നിന്റെ ചെറിയ ലോകത്തിലെ വലിയ ആളായിരിക്കാം, പക്ഷെ ശരിക്കും അങ്ങനെയൊന്നുമല്ല. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെതായ ഒരു ലോകം തന്നെയുണ്ട്, പക്ഷെ നിനക്കോ നിന്റെ ഈ ലോകം തന്നെ പറയുന്നത് ഞാൻ തന്നെയല്ലേ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും. അതിനുശേഷം അവൻ നേരെ ആ സ്റ്റോർ റൂമിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം മേജൻ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ നേരെ ആ സ്റ്റോർ റൂമിൽ കയറി ഒരു റെഡ് മാർക്കർ എടുത്ത് മുറാത്തിന്റെ ഫോട്ടോക്ക് നേരെ ഒരു ക്രോസ് ഇടുകയാണ്. അതിനുശേഷം അവൻ ഹൈദറിന്റെ ഫോട്ടോ നോക്കി പറയും, എല്ലാവർക്കും കിട്ടേണ്ടത് ഞാൻ കൊടുക്കും, പക്ഷെ നീ നിന്റെ മരണത്തിന് വേണ്ടി എന്നോട് യാചിക്കും. നിന്റെ മരണം നിനക്കൊരു വലിയ മോചനമായിട്ട് നിനക്ക് തോന്നും. ആ രീതിയിൽ നിന്നെ ഞാൻ എത്തിക്കും എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുമ്പോൾ അവൻ ആ ഡോറെല്ലാം ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇതെല്ലാം മേജൻ അവിടെ നിന്നും കാണുന്നുണ്ട്. ആദേശ് പോയതിനു ശേഷം മേജൻ വേഗം ആ ഡോർ തുറക്കാൻ നിൽക്കുമ്പോൾ അത് ലോക്ക് ഇട്ടിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ മേജന് മനസ്സിലാവും അതിനുള്ളിൽ വലിയ എന്തോ രഹസ്യമുണ്ട്. എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റുമെന്ന് അവൾ തീരുമാനിക്കും. പിന്നീട് കാണിക്കുന്നത് ആസ്ലിയാണ്. അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനായി മനഃപൂർവ്വം മുറാത്തിന്റെ റൂമിലേക്ക് കയറുകയാണ്. ഇനി മുതൽ അവൾ അവിടെയാണ് താമസിക്കുന്നത്. അവന്റെ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് പറയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് മേജൻ അവിടേക്ക് വരികയാണ്. അവർ രണ്ടുപേരും തമ്മിൽ അവിടെ വലിയൊരു വഴക്ക് നടക്കുകയാണ്. മേജൻ അവളോട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും. പക്ഷേ അവൾ അതിന് സമ്മതിക്കുന്നില്ല. ഇതിപ്പോൾ എൻ്റെ വീടാണ്, ഇതിൽ ഏത് റൂമിൽ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ് അവർ അവിടെ ഒരു വലിയ വഴക്കുണ്ടാവുകയാണ്. ഇതെല്ലാം കേട്ട് അങ്ങോട്ട് ആദേശ് വരും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ഒച്ച ആ അടിയിലേക്ക് വരെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സഹോദരിയാണെന്ന് മേജൻ ആദേശിനോട് പറയും. ഇത് കേൾക്കുമ്പോൾ ആസ്ലിക്ക് നല്ല ദേഷ്യം വരും. എന്ത്, അവൻ്റെ സഹോദരിയോ? ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, എൻ്റെ സഹോദരനോ മരിച്ചുപോയി, അവൻ്റെ ഓർമ്മകളെങ്കിലും നിങ്ങളൊന്നും ഇവിടെ വെറുതെ വെച്ചേക്ക് എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് വിഷമിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവും. ഇത് കേൾക്കുമ്പോൾ ആദേശ് ആസ്ലിയോട് പറയും, നീയും മുസൈനും കൂടി എൻ്റെ പ്ലാനുകളെല്ലാം ഈസി ആക്കുന്നതിന് പകരം അത് കൂടുതൽ കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ് ആദേശ് അവിടെ നിന്നും പോവും. ഇതെല്ലാം കേട്ടിട്ട് ആസ്ലിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മേജൻ നേരെ വിഷമിച്ച് കാർ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ആദേശം അവളുടെ പിറകെ പോകുന്നുണ്ട്. അവൾ എപ്പോഴും വിഷമിച്ചിരിക്കുമ്പോൾ പോകുന്ന സ്ഥലത്തേക്കാണ് അവൾ പോകുന്നത്. അവിടെ ഇരുന്ന് അവൾ ഒരുപാട് പൊട്ടിക്കരയാണ്. ഇതെല്ലാം കണ്ട് ആദേശം അവിടേക്ക് വരുന്നുണ്ട്. മേജൻ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് കണ്ട് ആദേശിന് ഇത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല. മേജനെ സമാധാനിപ്പിക്കണമെന്ന് ആദേശിന് തോന്നുന്നുണ്ടെങ്കിലും അവൻ അവിടെ ചെന്ന് അവളുടെ ദേഷ്യം കൂടെയുള്ളെന്ന് വിചാരിച്ചിട്ട് അവൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകും. അതിനുശേഷം മേജൻ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ അവിടെ ഹാളിൽ ഇരിക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോൾ മേജൻ ചോദിക്കും, നിങ്ങളെന്താണ് ഇത്രയും ലേറ്റ് ആയിട്ടും ഇവിടെ വന്നിരിക്കുന്നത്? ദയവേത് എന്നെ പറ്റി ആലോചിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാത്തിവിടെ ഇരിക്കുന്നതെന്നൊന്നും പറയരുത്. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, നീ ഇപ്പോൾ ഒരുപാട് വൈകിയില്ലേ, ഇനി നീ കൂടുതലൂടെ തർക്കിക്കാൻ നിൽക്കണ്ട, നീ വേഗം പോയി കിടന്നുറങ്ങിക്കോ, നിനക്കിപ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവുമെന്ന് പറയുന്നു. എൻ്റെ അവസ്ഥ ഇപ്പം തന്നെ ആകെ പരിതാപകരമാണ്. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ആ റൂമിലേക്ക് കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ പറയേണ്ടി വരില്ല. ഇത് കേൾക്കുമ്പോൾ ആദേശ് ഒന്നും പറയാതെ അവിടെ നിന്ന് മേലെ കയറി പോകും. ഇതെല്ലാം കാണുമ്പോൾ മേജനും അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ദേശ് അവൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നും അടിയിലേക്ക് നോക്കുമ്പോൾ മേജൻ അവിടെ പുറത്തിരിക്കുന്നത് കാണും. അവൾക്ക് ഒരുപാട് തണുക്കുന്നുണ്ടാവും. അവൾ അവിടെ തന്നെ കിടന്നുറങ്ങാൻ വേണ്ടി നോക്കുമായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ ആദേശിന് ഒരുപാട് വിഷമാവുന്നുണ്ട്. അവൾ ഒരുപാട് തണുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ദേശം പുതപ്പെടുത്ത് താഴേക്ക് ചെന്നാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ അവളുടെ വിഷമം കൂടത്തേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവനൊന്നും ചെയ്യാതെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ അവളുടെ വിഷമം കാണുമ്പോൾ അവന് വേറെ വഴിയില്ലാതെ ആ പുതപ്പെടുത്തുകൊണ്ട് അടിയിലേക്ക് പോവാണ്. അപ്പോഴാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ അതിലൂടെ പോകുന്നത്. അത് കാണുമ്പോൾ ആദേശ് മേജൻ പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അവളെ കൊണ്ട് ഇതൊന്ന് പുതപ്പിക്കണം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് മേലേക്ക് പോവാണ്. അങ്ങനെ ആദേശ് പറഞ്ഞതുപോലെ തന്നെ ആ സ്ത്രീ ആ പുതപ്പ് അവൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. രാവിലെ തന്നെ ആദേശ് മേജനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മേജൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ റൂമിലേക്ക് നോക്കുമ്പോൾ ആദേശ് അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കാണും. അവൾ ഈ പുതപ്പെല്ലാം ആരാണ് പുതച്ചതെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ മോള് അവൾ റൂമിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ആദേശ് അവിടെ നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ ഒന്നിവിടെ പോവോ, എനിക്കൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആദേശ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവും. അപ്പോഴാണ് ആദേശിൻ്റെ കോട്ട് അവിടെ ഊരിയിരിക്കുന്നത് കാണുന്നത്. അതിലാണെങ്കിൽ ആ സ്റ്റോർ റൂമിൻ്റെ ചാവി ഉണ്ടാവും. മേജൻ മെല്ലെ ആ ചാവി എടുക്കുകയാണ്. എന്തായാലും ആ റൂമിൽ എന്താണുള്ളതെന്ന് എനിക്കറിയണം എന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹൈദറിനെയാണ്. ഹൈദർ മുറാത്ത് മരിച്ച സമയത്ത് അവനെ കാണാനായിട്ട് ഹൈദറിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അയാളുമായിട്ടാണ് ഇപ്പോൾ ഹൈദർ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അയാൾ ഹൈദറിന് വേണ്ടി ഒരു നല്ല ഡീല് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി. ഇത് കേൾക്കുമ്പോൾ ഹൈദർ പറയും, ഇത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടി ആയിരിക്കുമോ? അപ്പോൾ അയാൾ പറയും, റിസ്ക് ഇല്ലാതെ എങ്ങനെ പൈസ കിട്ടാനോ? പക്ഷേ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റും. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹൈദർ പറയും, എനിക്കെന്തായാലും ആലോചിക്കാൻ കുറച്ച് സമയം വേണം. എന്തായാലും വൈകാതെ തന്നെ ഞാൻ എൻ്റെ തീരുമാനം നിന്നോട് പറയാം. ഹൈദറിനാണെങ്കിൽ ഡീലെന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ആദേശിനാണ് ഓർമ്മ വരുന്നത്. അവനുമായിട്ടൊരു ഡീലിന് ഓക്കെ പറഞ്ഞ ശേഷം ഇതുവരെ അവൻ്റെ സമാധാനം തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് കുറച്ച് സമയം വേണമെന്ന് പറയാണ്. അങ്ങനെ ഹൈദർ അവിടെ നിന്നും പോവും. ജമാൽ അങ്ങോട്ട് ഒരു ബാഗ് നിറയെ പണവുമായിട്ട് ആ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വരുന്നത്. ജമാൽ പൈസ കൊടുത്തിട്ട് പറയും, നിങ്ങൾ ഞങ്ങളെ ചതിക്കില്ലല്ലോ അല്ലേ? ഇത് കേൾക്കുമ്പോൾ അയാൾ പറയും, പണം എന്ന് പറഞ്ഞാൽ സ്വന്തം തന്ത ആരാന്ന് പോലും എനിക്കറിയില്ല. അപ്പോഴാണോ ഈ പഴയ ഫ്രണ്ട്? എനിക്കിങ്ങനെ പഴയ ഫ്രണ്ട്സിനോടൊന്നും സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പൈസ എവിടെയാണോ അവിടേക്കാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജമാൽ, എങ്കിൽ ബാക്കി പൈസ നിങ്ങളതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ് അവരവിടെ ഒരു ഡീൽ ഉറപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ ആദേശിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ആ ചാവി എടുത്തുകൊണ്ട് സ്റ്റോർ റൂമിലേക്ക് വരികയാണ്. അവൾ അവിടെ മൊത്തം അവനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെന്ന് നോക്കുമ്പോഴാണ് അവൾക്ക് അവിടെ നിന്നൊരു ഫോട്ടോ കിട്ടുന്നത്. ആ ഫോട്ടോയിൽ ഒരു വലിയൊരു ലേഡിയും പിന്നെ അവരുടെ ചുറ്റും കുറച്ച് കുട്ടികളും കാണുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവില്ല. ഇത് ആരാണ് എന്താണ് എന്നൊന്നും അറിയാതെ അവളിങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ആദേശ് അവളുടെ പുറകിലൂടെ
വരുന്നത്. നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ആദേശ് ചോദിക്കുമ്പോൾ മേജൻ ആകെ ഷോക്കാവാണ്. അവൾ വേഗം ആ ഫോട്ടോ മറച്ചു പിടിക്കും. എനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകും, അതെല്ലാം നോക്കാം, നീ ആരാ, അതൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് മേജൻ അവിടെ നിന്ന് വേഗം പോവുമായിരിക്കും. ആദേശ് അവളുടെ കൈ പിടിച്ച് അവൾ അവിടെ തടയും. ഞാൻ ചോദിച്ചതിന് ഉത്തരം നീ ഇതുവരെ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞ എൻ്റെ ആ ചെറിയ ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നതാണോ? ഇത് കേൾക്കുമ്പോൾ മേജൻ ഒന്നും പറയില്ല. അതെല്ലാം അവിടെ നിൽക്കട്ടെ, ആദ്യം നിനക്ക് ഈ ചാവി എവിടുന്നാ കിട്ടിയെന്ന് പറ. നീ എൻ്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിച്ചെടുത്താണല്ലേ? അപ്പം നിനക്ക് മോഷണം അറിയാം. സത്യം പറഞ്ഞാൽ നീ ഒരു കള്ളി തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഒരു ആൽബം കാണാതെ പോയിട്ടുണ്ട്, അത് തേടി വന്നതാണ് ഞാൻ. ഈ റൂം മാത്രമേ ഇനി തരാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, നീ എന്നെ പൊട്ടനാക്കാനും നോക്കണ്ട, ഞാൻ നീ വിചാരിക്കുന്ന പോലെ മണ്ടനൊന്നുമല്ല. അപ്പോഴാണ് ആദേശ് മേജൻ എന്തോ മറച്ചു പിടിക്കുന്നത് കാണുന്നത്. നിന്റെ കയ്യിൽ എന്താണ് ഒളിപ്പിച്ചിരിക്കുന്നത്, എന്നെ കാണിക്കുമെന്ന് പറയുമ്പോൾ മേജൻ അത് കാണിക്കില്ല. ആദേശാണെങ്കിൽ അവളുടെ കൈ പിടിച്ച് പൊക്കി നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, അത് അവൾ വേറൊരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന്, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടുവിടെ എന്ന് മേജൻ പറയും. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, ഇനിമേൽ നിന്നെ റൂമിൽ ഇങ്ങനെ കണ്ടുപോയരുത്. അങ്ങനെ അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ആ ഫോട്ടോ എടുത്ത് നോക്കും. ഇത് ആദേശിന്റെ ഫോട്ടോ ആയിരിക്കും. അവനപ്പോ ഒരു ഓർഫനേജിലാണ് വളർന്നത് എന്ന് അവളിങ്ങനെ ആലോചിക്കും. അങ്ങനെ അവൾ അതിൽ കാണിച്ചിരിക്കുന്ന ആ ഓർഫനേജ് തെരഞ്ഞുകൊണ്ട് അവിടേക്ക് പോകാൻ നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് അത് കണ്ടുകൊണ്ട് ആദേശ് അങ്ങോട്ട് വരുന്നത്. നീ ഈ നേരത്തെ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ തിരക്കുമ്പോൾ അവൾ പറയും, അതൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവൻ പറയും, അത് ഞാൻ തന്നെ അന്വേഷിക്കും, കാരണം നീ എൻ്റെ ഭാര്യയാണ്. ഇത് കേൾക്കുമ്പോൾ അവൾ പറയും, ഞാൻ നിന്റെ ഭാര്യയൊക്കെ തന്നെയാണ്, പക്ഷേ അതൊരു നിർഭാഗ്യവശാലായി പോയതാണ് എന്ന് വിചാരിച്ച് ഞാൻ എവിടേക്കാണ് പോകുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും എനിക്ക് നിങ്ങളെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ മര്യാദക്ക് മാറി നിൽക്ക്. ഇത് കേൾക്കുമ്പോൾ ആദേശ് അവളെ പോകാൻ സമ്മതിക്കില്ല. മര്യാദക്ക് നീ എവിടേക്കാണ് പോകുന്നതെന്ന് പറയുന്നതായിരിക്കും എനിക്ക് നല്ലത്. അപ്പോൾ അവൾ പറയും, ഞാൻ നിന്നെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യാൻ വേണ്ടി പോവാം. നിന്റെ പാസ്റ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും എല്ലാം എനിക്ക് അറിയണം, അതിനാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, ശരി, നിനക്ക് എന്നെക്കുറിച്ചല്ല അറിയേണ്ടത്, അപ്പോൾ നീ എൻ്റെ കൂടെ തന്നെ വന്ന് എൻ്റെ കൂടെ തന്നെ അന്വേഷിച്ചോ, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിച്ചാലോ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മേജനും അവൻ്റെ കൂടെ തന്നെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും ഒരു കഫേയിലേക്കാണ് പോകുന്നത്. ആ കഫേയിലിരിക്കുന്നത് അവൾ ആ ഫോട്ടോയിൽ കണ്ട ആ ലേഡി ആയിരിക്കും. അവർ ആദേശിനെ കാണുമ്പോൾ തന്നെ ഒരുപാട് ഹാപ്പി ആവും. നമ്മൾ ഒരുപാട് കാലമായില്ലേ മോനെ കണ്ടിട്ട്, പക്ഷേ എനിക്ക് തന്നെ അങ്ങനെ മറക്കാൻ കഴിയില്ല, നീ അത്രയ്ക്കും സഹായങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടല്ലോ. അങ്ങനെ അവർ മൂന്നുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അവിടെ വെച്ച് ആ ലേഡി ആദേശിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയാണ്. നമ്മൾ മുൻപ് കണ്ടത് ഒരു ചാരിറ്റി പ്രവർത്തനത്തിനല്ലേ, അവിടെ വെച്ച് നീ ചെയ്ത സഹായങ്ങളൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. നീ ഒരു വലിയ തുക തന്നാണ് ഞങ്ങൾ എല്ലാവരും സഹായിച്ചത്. നിന്റെ ആ സഹായം കാരണം എത്ര കുഞ്ഞുങ്ങൾക്കാണ് നല്ല ജീവിതം കിട്ടിയതെന്ന് അറിയുമോ? ഇതെല്ലാം എങ്ങനെ ഒരാൾക്ക് മറക്കാൻ സാധിക്കും? ആദേശിനെ കുറിച്ച് ഇങ്ങനെ നല്ല കാര്യങ്ങളെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ മേജൻ ആദേശിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൂടെ ഹൈദറിനെ കാണിക്കുന്നുണ്ട്. അവൻ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞ ആ ഒരു ഡീലിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് കാണുമ്പോൾ അവൻ അതിന് അവരോട് വിളിച്ച് ഓക്കെ ആണെന്ന് പറയാണ്. പിന്നീട് വീണ്ടും ആദേശിനെ മേജനെയാണ് കാണിക്കുന്നത്. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ, എന്തിനാ നീ ഇപ്പോൾ എന്നെ കാണാൻ വന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ ആദേശ് മേജനെ നോക്കി പറയാണ്, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ മടിക്കാതെ ചോദിച്ചോ. ഇത് കേൾക്കുമ്പോൾ മേജനും അവളുടെ ബാഗിലിരിക്കുന്ന ആ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കും. ആ ഫോട്ടോ കാണുമ്പോൾ അവർ ആദേശിനോട് പറയും, ഈ ഫോട്ടോ എനിക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ആദേശ്, നിനക്കറിയോ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ നീ തന്നെയാണ് എന്ന് പറഞ്ഞ് അവർ ആ ഫോട്ടോ ആദേശിന് കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോൾ മേജനും അത് നോക്കുന്നുണ്ട്. അതിനുശേഷം ആ ഫോട്ടോയിൽ കാണുന്ന കുഞ്ഞിനെയും ആദേശിനെയും നോക്കിയിട്ട് അവൾ പറയും, ഇപ്പം നീ ഒരുപാട് മാറിയിട്ടുണ്ട്. അങ്ങനെ ആ സ്ത്രീ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. അന്ന് നീ ആദ്യമായിട്ട് ആ ഓർഫനേജിലേക്ക് വന്നപ്പോൾ നിന്റെ മുഖത്തുള്ള ആ ഒരു സങ്കടവും ദേഷ്യവും ആ വേദനയും നിനക്ക് എന്തോ ഒരു വലിയ കാര്യം സംഭവിച്ചതുപോലെ എനിക്ക് തോന്നിയിരുന്നു. നിന്നെ ഒന്ന് സന്തോഷിപ്പിച്ചെടുക്കാൻ ഞങ്ങൾ എത്ര പാടുപെട്ടുവെന്നറിയോ? അതെല്ലാം ഇന്നലെ നടന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് എത്ര വർഷമായല്ലേ? അവരങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മേജൻ എന്തോ പോലെയാവും. അപ്പോൾ അവൾ ആദേശിനെ നോക്കി അവൾ മുൻപ് അവനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു വലിയ കാരണമുണ്ട്, അതാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും നല്ലൊരാളാണ് എനിക്ക് തോന്നാറുണ്ട്, പക്ഷെ അപ്പോഴെല്ലാം നിങ്ങളുടെ ആ നല്ല സ്വഭാവം ഉള്ളിൽ ഒതുക്കി വെച്ച് മോശക്കാരനായി പുറത്ത് കാണിക്കുകയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇതെല്ലാം മേജൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ അവരവിടെ നിന്നും വീട്ടിലേക്ക് പോകും. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയും ജമാലിനെയും ആസ്ലിയാണ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. അവർ കാണിച്ചു കൊടുത്ത ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ആദേശ് അല്ലായിരുന്നു, അത് ജമാലായിരുന്നു. അവർ പറഞ്ഞിരുന്നതും ജമാലിനെ കുറിച്ചാണ്. അവരോട് ഈ കാര്യമെല്ലാം ജമാൽ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഹൈദറിനെയും മേജനെയാണ്. മേജൻ ഹൈദറിനോട് പറയും, അവൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ചൊന്നും അറിയാത്തത് അവൻ അനാഥാലയത്തിൽ വളർന്നുകൊണ്ടാണ്, അതെല്ലാം ഇന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്നെല്ലാം മേജൻ പറയുന്നുണ്ട്. എന്നാലും ഞാൻ എല്ലാ കാര്യം വിശ്വസിച്ചിട്ടില്ല, എനിക്കിനിയും അവനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ട് എന്നെല്ലാം മേജൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൂടെ ഹൈദർ അവൻ്റെ ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഡീലെന്ന് കേൾക്കുമ്പോൾ തന്നെ മേജൻ എന്തോ പോലെ ആവാണ്. ഇതെല്ലാം വേണോ അച്ഛാ, ഇതെല്ലാം കുഴപ്പത്തിലേക്കാവും നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഹൈദർ പറയും, അല്ല, എനിക്കറിയാവുന്ന അവൾ തന്നെയാണ്, നമ്മൾ അവരുമായി മുൻപ് ഒരുപാട് തവണ ബിസിനസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും ഒരു കുഴപ്പമല്ല. പിന്നെ നിനക്ക് പറയുന്നതല്ലേ, എനിക്കിപ്പോൾ കമ്പനിയിലൊന്നും ഒരു വേലയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലും സൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ആദേശ് വലിയ പ്രശ്നം ഉണ്ടാക്കും. അവിടെയാണ് എനിക്ക് നിന്റെ സഹായം വേണ്ടത്. എനിക്ക് പകരം
നീ തന്നെ എല്ലാ ഫയലും സൈൻ ചെയ്താൽ മതിയെന്ന് ഹൈദർ മേജറിനോട് പറയും. എങ്കിൽ മേജറാണെങ്കിൽ ഇതിനൊന്നും ഒട്ടും താല്പര്യമില്ല. ഇതൊന്നും വേണ്ടാന്ന് മേജൻ ഹൈദറിനോട് പറയുന്നുണ്ട്. പക്ഷേ ഹൈദർ പറയുന്നത് നിനക്ക് എങ്ങനെയും ആ ആദേശിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണ്ടേ, അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവന്റെ പിടിയിൽ നിന്നും എങ്ങനെയും ഊരി പോകണമെന്ന് എനിക്കുണ്ട്. പക്ഷേ അതിനൊരിക്കലും ഈ വഴിയല്ല തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞ് മേജൻ അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് രാത്രി മേജൻ അവളുടെ റൂമിലേക്ക് പോകാൻ നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് അവൾക്ക് മുറാത്തിന്റെ ഓർമ്മ വരുന്നത്. അവൾ മുറാത്തിന്റെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ മൊത്തം ആകെ ആസ്ലി മാറ്റിയിട്ടുണ്ടാവും. അവിടെ ഒരു പെയിന്റിംഗ് റൂം ആക്കിയിട്ടാണ് അവൾ മാറ്റിയിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ മേജന് നല്ല ദേഷ്യം വരികയാണ്. അവിടെ മുറാത്തിന്റെ ഒരു സാധനം പോലെ അവൾ വെച്ചിട്ടുണ്ടാവില്ല. ഇതെല്ലാം കണ്ട് അവൾ ആ പെയിന്റിംഗ് റൂമിലെ എല്ലാ സാധനവും തകർത്തിടാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആസ്ലി അങ്ങോട്ട് വരും. നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോൾ ആസ്ലിയോട് മര്യാദയ്ക്കൊന്ന് ഇറങ്ങിപ്പോയിക്കോ, അതാണ് എനിക്ക് നല്ലതെന്ന് മേജൻ അവളോട് പറയും. ഇത് കേൾക്കുമ്പോൾ ആസ്ലിയും തിരിച്ച് നല്ലോണം പറയുന്നുണ്ട്, എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ നീ ആരാ, ഇതിപ്പോ എന്റെ വീടാണ്, നിന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കുന്നത് നിന്റെ ഭാഗ്യം നീ വിചാരിച്ചാൽ മതി എന്ന് ആസ്ലി അവളോട് പറയാണ്. പക്ഷേ മേജന് ഒട്ടും കുറഞ്ഞെടുക്കുന്നില്ല. അവൾക്ക് നല്ല ദേഷ്യം വന്ന് അവളുടെ കൺട്രോൾ പോയിരിക്കുന്നതുകൊണ്ട് തന്നെ അവൾ നല്ലോണം ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് മുസൈനും അദേശും അങ്ങോട്ട് വരികയാണ്. ഇതിൽ മുസൈൻ ഇടപെട്ട് അങ്ങനെ വലിയൊരു പ്രശ്നമാവാൻ നിൽക്കായിരിക്കും. അപ്പോൾ അദേശ് അതെല്ലാം അവിടെ നിർത്താൻ പറയാണ്. നിങ്ങളെല്ലാവരും എവിടുന്ന് പോയിക്കോ, ഇവിടെ ഞാനും മേജനും നിന്നോളാന്ന് അദേശ് അവളോട് പറയും. ഇത് കേൾക്കുമ്പോൾ ആസ്ലി പറയും, ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയതെല്ലാം അവളാണ്, എന്നിട്ട് നീ എന്താ അവളോട് പോകാൻ പറയാത്തത്. ഇത് കേൾക്കുമ്പോൾ ജമാൽ അവളെ കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവരെല്ലാവരും പോയി കഴിഞ്ഞിട്ടും അദേശ് അവിടെ ഒന്നും പോവില്ല. ഇതെല്ലാം കാണുമ്പോൾ ഓൾറെഡി പൊട്ടിയിരിക്കുന്ന മേജന് നല്ല ദേഷ്യം വരികയാണ്. നിന്നോട് കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞത്, മര്യാദക്ക് എന്റെ കൺമുന്നിൽ നിന്ന് പോയിക്കോ, ഇതെല്ലാം കാണുമ്പോൾ നിനക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ടാവില്ലേ എന്നും പറഞ്ഞ് അവളുടെ ദേഷ്യം എല്ലാം അവിടെ ഇരിക്കുന്ന സാധനങ്ങളും അവൾ തീർക്കുകയാണ്. എല്ലാ സാധനങ്ങളും അവൾ തറയിലേക്ക് വലിച്ചു വാരിയിടുകയാണ്. ഇതെല്ലാം കാണുന്ന ആദേശ് അവളെ തടഞ്ഞു നിർത്തുകയാണ്. പക്ഷേ മേജൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, നിനക്കിപ്പോൾ എന്നെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ടാവില്ലേ, എന്നെ ഈ ഒരു അവസ്ഥയിലാക്കാനല്ലേ നീ ശ്രമിച്ചത്. നിങ്ങളുടെ ഈ മനുഷ്യത്വമില്ലായ്മ അഹങ്കാരമൊന്നും എനിക്ക് ഇങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല, ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവും. ആദേശാണെങ്കിൽ ഒരക്ഷരമില്ലാതെ അവിടെ തന്നെ അവളെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെല്ലാം കാണുമ്പോൾ ഉള്ളിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ മേജൻ ആദേശിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങുകയാണ്. അവളുടെ ഫോണിൽ ആ ഓർഫനേജിലുള്ള വേറൊരാൾക്ക് വിളിച്ചു നോക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെക്കുറിച്ച് അവൾക്ക് അറിയണം, ഇത് കുറച്ച് പേഴ്സണൽ കാര്യമാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊരു കഫേയിൽ വെച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞ് അവൾ ആ ഫോൺ കട്ട് ചെയ്യാണ്. ഇതെല്ലാം ആദേശ് ദൂരെ നിന്നും കാണുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് മേജന്റെ അമ്മയാണ്. അവർക്ക് എങ്ങനെയും മുസൈൻ ഒരു പണി കൊടുക്കണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അവളുടെ പ്രതികാരം അവൾ ആസ്ലിയിലൂടെ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ എത്രയും പെട്ടെന്ന് തന്നെ ആ കഫേയിലേക്ക് പോകാൻ നിൽക്കുകയായിരിക്കും. അതിനു മുമ്പ് അവൾ വെള്ളം കുടിക്കാനായി കിച്ചണിലേക്ക് വരും. മേജന്റെ കയ്യിലിരിക്കുന്ന ബാഗ് അവൾ അവിടെ ഒരു ചെയറിൽ വെക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് ഒരു കോൾ വരുന്നത്. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് അവിടേക്ക് മേജന്റെ അമ്മ വരുന്നത്. അവിടെ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ അവർ മെല്ലെ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു പോയിസൺ എടുത്ത് അവിടെ ഇരിക്കുന്ന ഒരു ചായയിലേക്ക് ഒഴിക്കുകയാണ്. ആ ചായ ആസ്ലിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതായിരുന്നു. അങ്ങനെ ആ ചായയിൽ പോയിസൺ ആക്കിയതിനു ശേഷം അവർ ആ പോയിസൺ എന്ത് ചെയ്യുന്ന അറിയാൻ നിൽക്കുമ്പോഴായിരിക്കും അവിടെ ഒരു ബാഗ് ഇരിക്കുന്നത് കാണുന്നത്. അത് അവിടെ വർക്ക് ചെയ്യുന്ന ആരുടെങ്കിലും ആവുമെന്ന് വിചാരിച്ചിട്ട് നെർമിൻ വേഗം അതിലേക്ക് ആ പോയിസൺ വെച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ്. സത്യം പറഞ്ഞാൽ അത് മേജന്റെ ബാഗായിരുന്നു. മേജൻ കോളെല്ലാം വിളിച്ചു കഴിഞ്ഞ് അവൾ ആ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോഴാണ് ആദേശ് അവിടേക്ക് വരുന്നത്. നീ എവിടേക്കാണ് പോകുന്നത്, നീ ഇപ്പോൾ എവിടേക്കും പോകണ്ടെന്ന് പറഞ്ഞ് ആദേശ് എപ്പോഴത്തെയും പോലെ അവൾ തടയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജന് നല്ല ദേഷ്യം വന്ന് അവനോട് തിരിച്ച് സംസാരിക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് മുസൈൻ നിലവിളിക്കുന്ന സൗണ്ട് ആദേശും മേജനും കേൾക്കുന്നത്. ഇതെല്ലാം കേട്ട് അവരാകെ ഷോക്കായി നിൽക്കും. അവർ വേഗം വീടിനുള്ളിലേക്ക് കയറി നോക്കുമ്പോഴാണ് മുസൈൻ ആസ്ലിയുടെ അടുത്തിരുന്ന് കരയുന്നത് കാണുന്നത്. ഇവൾക്ക് എന്താണ് പറ്റിയെന്ന് അറിയില്ല, ഇപ്പൊ ഇവള് ബോധം കെട്ടി വീണ് കിടക്കുകയാണെന്ന് മുസൈൻ പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജനും ആദേശിനോട് വേഗം ആസ്ലിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പറയും. ഇതെല്ലാം കേട്ട് ആദേശും ആകെ ടെൻഷനായി വേഗം ആസ്ലിയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവരുടെ കൂടെ മേജനും പോകുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും ആകെ ടെൻഷനായി നിൽക്കുകയാണ്. ആദേശ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോൾ മേജൻ ആദേശിനെ സമാധാനിപ്പിക്കുകയാണ്. ആദേശ് നിങ്ങൾ പേടിക്കാതിരിക്കുക, അവൾക്കൊന്നും സംഭവിക്കില്ല, അവൾക്ക് എല്ലാം ഓക്കെ ആവും, നമ്മൾ അവളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചില്ലേ, നിങ്ങൾ ആരും പേടിക്കണ്ടെന്ന് മേജൻ അവരോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് പറയും, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഈ ലോകം തന്നെ കത്തിച്ചു കളയും. ഇപ്പോഴാണ് അവിടേക്ക് ഡോക്ടർ വരുന്നത്. ആസ്ലിയുടെ ജീവന് കുഴപ്പമൊന്നുമില്ല, അവളിപ്പോൾ ഓക്കെയാണ് എന്നെല്ലാം ഡോക്ടർ അവരോട് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സമാധാനമാവും. അപ്പോഴാണ് ആസ്ലി മേജനും ഇന്നലെ വഴക്കിട്ട കാര്യം മുസൈൻ ഓർമ്മ വരുന്നത്. നീ എന്തിനാണ് അവളോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് മുസൈൻ അവളോട് ദേഷ്യം പിടിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് അവരെ അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ്. അതിനുശേഷം മേജൻ ആദേശിനോട് പറയും, ഞാനൊരിക്കലും വേറൊരു ഉദ്ദേശത്തോടെ വന്നതല്ല, ഞാനും നിങ്ങളുടെ അതേപോലെ തന്നെ അവൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, അതെനിക്കറിയാം, നീ ഇപ്പോൾ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ, അതുകൊണ്ട് നീ ഇനി പോയിക്കോ, നിന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ, ഇനി വെറുതെ നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മുസൈൻ ആകെ ദേഷ്യം വരും, അതുകൊണ്ട് നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് അവളെ വീട്ടിലേക്ക് അയക്കുകയാണ് അവന്. അപ്പോഴാണ് മേജൻ ഒരു കാര്യം ഓർമ്മ വരുന്നത്. അവൾ വേഗം കഫേയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ആ ഓഫീസറോട് മേജൻ ആദേശിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, എൻ്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്, അതിലുള്ള ഒരു ആദേശിനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ, അവൻ ഭയങ്കര കുറുമ്പനായിരുന്നു, ഒരുപാട് വികൃതിയെല്ലാം അവൻ അവിടെ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞ് അയാളുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോട്ടോ മേജന് കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആദേശ് എന്ന് പറഞ്ഞ് നേരത്തെ ആ ലേഡി കാണിച്ചു കൊടുത്ത അതേ ചിത്രം തന്നെ അയാൾ മേജന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതും കൂടി കാണുമ്പോൾ മേജന് ആദേശ് പറഞ്ഞ കാര്യമെല്ലാം സത്യമാണെന്ന് മനസ്സിലാകും. അങ്ങനെ അവൾ അവിടെ നിന്നും പോവും. അവൾ
അവൾ റോഡിലൂടെ നടന്നു വരുമ്പോഴായിരിക്കും നസീർ അവൻ്റെ കാറും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണെന്ന് മേജൻ പറയും. ഞാൻ നിന്നോട് ചെയ്തതെല്ലാം ശരിയാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, ഞാൻ ഒരിക്കലും എന്നെ ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല, ഞാൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയായിരുന്നു, അതിനെല്ലാം ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. എനിക്കപ്പോൾ നിന്നെ അവൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ ചെയ്തത് ഒരു വളരെ വലിയ തെറ്റ് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജന് സമാധാനമാവും. എന്തായാലും നീ നിന്റെ തെറ്റുകളെല്ലാം സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന് അവൾ പറയും. ഞാൻ ചെയ്ത തെറ്റിന് നീ എനിക്ക് മാപ്പ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നമ്മൾ ഒരുപാട് കാലം നല്ല സുഹൃത്തുക്കളായിരുന്നില്ലേ. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, അതെനിക്ക് കുറച്ച് പ്രയാസമുണ്ട്, പക്ഷേ എന്നാലും ഞാൻ നിനക്ക് മാപ്പ് തരാൻ ശ്രമിക്കാം, നീ അതിന് നല്ലൊരാളായി നിന്നാൽ മതി. ഇത് കേൾക്കുമ്പോൾ നസീറിനും ഒരുപാട് സന്തോഷമാവും. എങ്കിൽ ഒരു നല്ല കാര്യം നിലനിൽക്ക് ഞാൻ നിന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ മേജന് അത്രയും കൊണ്ട് താല്പര്യമില്ലെങ്കിലും പിന്നീട് അവനിങ്ങനെ നല്ലതായിട്ട് പറയുമ്പോൾ അവൾക്ക് വേറെ വഴിയൊന്നുമില്ലാതെ അവൾ അതിന് സമ്മതിക്കുകയാണ്. അവൾ അവൻ്റെ കാറിൽ കയറി അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അദേശിനെയാണ്. ആസ്ലിയെല്ലാം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് അവർ വീട്ടിലേക്ക് വരികയായിരിക്കും. അപ്പോഴാണ് നസീറിന്റെ കാർ അങ്ങോട്ട് വരുന്നത് കാണുന്നത്. അതിനുള്ളിൽ മേജൻ ഇരിക്കുന്നുണ്ടാവും. മേജൻ ആ കാറിൽ നിന്നിറങ്ങി നീ എന്നെ ഇവിടെ ആക്കി തന്നതിന് നന്ദി എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവൻ ചാൻസ് ഒരിക്കലും വിട്ടുകൊടുക്കാതെ അവളോട് പറയും, നീ എനിക്ക് മുൻപ് ഒരു ബുക്ക് തന്നിട്ടില്ലായിരുന്നു, അത് ഞാൻ വായിച്ചു കഴിഞ്ഞു, ഒരുപാട് നല്ല ബുക്കാണത് എന്നെല്ലാം അവൻ അവളോട് പറയുന്നുണ്ട്. മേജനാണെങ്കിൽ ഇതെല്ലാം അദേശം ഒരുപാട് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് നോക്കി നിൽക്കുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവരോട് പറയും, എന്നാൽ ശരി നീ ഇനി വീട്ടിലേക്ക് പോയിക്കോ, കൂടുതൽ നേരം വൈകിക്കണ്ട എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുകയായിരിക്കും. അപ്പോഴാണെങ്കിൽ നസീർ അവളോട് പറയും, എന്നാൽ ശരി ഞാൻ പോവാം, നമുക്കിനി വീണ്ടും കാണാം എന്നെല്ലാം പറഞ്ഞ് നസീർ അവളോട് അങ്ങോട്ട് ഒലിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അദേശിന് നല്ല ദേഷ്യം വരികയാണ്. നസീർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മേജൻ അവളുടെ വീട്ടിലേക്ക് നടക്കുകയായിരിക്കും. അപ്പോഴാണെങ്കിൽ അദേശ് ഒരുപാട് ദേഷ്യം പിടിച്ച് അവളുടെ കൈ അവിടെ പിടിച്ചു തടയാണ്. നീ എന്തായിരുന്നു അവൻ്റെ കൂടെ അവിടെ ചെയ്തിരുന്നത്? ഇത് കേൾക്കുമ്പോൾ മേജൻ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അവരോട് പറയാൻ നിൽക്കുകയായിരിക്കും. അപ്പോൾ അവൻ പറയും, ഇനി മേലിൽ അവൻ്റെ കൂടെ നിന്നെ ഞാൻ കണ്ടുപോകരുത്. ഇത് കേൾക്കുമ്പോൾ അവൾ ചോദിക്കും, അതെന്താ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാകാൻ പാടില്ലേ, അതോ ഇനി നിന്നോട് ചോദിച്ചിട്ട് വേണോ? ഇത് കേൾക്കുമ്പോൾ അവൻ പറയും, ഫ്രണ്ട്സോ, നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്, നിനക്കെന്തിനാണ് വേറെ ആൺ സുഹൃത്തുക്കളെല്ലാം? ഇത് കേൾക്കുമ്പോൾ മേജനും പറയും, എനിക്ക് വേറെ ആൺ സുഹൃത്തുക്കൾ ഉണ്ടായെന്ന് വിചാരിച്ച് എന്താണ് ഇപ്പോൾ കുഴപ്പം? ഇത് കേൾക്കുമ്പോൾ അദേശം നല്ല ദേഷ്യം വരികയാണ്. അവന് അവളുടെ അടുത്തേക്ക് ഒന്ന് പറയാണ്, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട, ഞാൻ പറയുന്നത് എന്താണോ അത് നീ അനുസരിച്ചാൽ മതി, ഇനിമേലിൽ എൻ്റെ അറിവില്ലാതെ നീ അവനെ കാണാൻ പോകരുത്. ഇത് കേൾക്കുമ്പോൾ മേജൻ അവനോട് പറയും, നിനക്കിതുപോലെ ഒരാളോട് ഓർഡർ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ, നിന്നെയും ഇതുപോലെ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് അവരിതുപോലെ ബുള്ളി ചെയ്തിരുന്നു. ഇത് കേൾക്കുമ്പോൾ അദേശിന് അവൻ്റെ ചെറുപ്പകാലം ഓർമ്മ വരികയാണ്. അവൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഹൈദറും അവൻ്റെ ഭാര്യയും അവൻ ഒരുപാട് ഇതുപോലെ ഉപദ്രവിച്ചിരുന്നു. അതെല്ലാം അവൻ ആലോചിക്കുകയാണ്. അവൻ അവളോട് പറയും, നീ എന്നോട് കൂടുതൽ കാര്യമൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, നീ ഇപ്പോൾ എൻ്റെ സർനെയിമാണ് നിൻ്റെ പേരിൻ്റെ അവസാനം കൊണ്ടു നടക്കുന്നത്, അതുകൊണ്ട് തന്നെ നീ ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ, അത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് ഇവിടെ നടക്കാൻ പോകുന്നുള്ളൂ എന്ന് അവൻ അവളോട് പറയും. ഇതോടുകൂടി അറഫ്ത സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വൈകാതെ തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒരു റെഡ് ഹാർട്ടായി കമൻറ്റ് ചെയ്യണം. അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും എനിക്കത് ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാക്കും. അപ്പോൾ വൈകാതെ തന്നെ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബായ്.